പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അപകടകാരിയായ ഒരു ക്യാൻസറായിട്ടാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിനെ നാം കാണുന്നത്. ആഗോളതലത്തിൽ തന്നെ വളരെ മാരകമായ ക്യാൻസറിൻ്റെ കൂട്ടത്തിലാണ് ഈ പാൻക്രിയാറ്റിക് ക്യാൻസറിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടനിൽ നടത്തിയ ഒരു പഠനത്തിൽ അവിടെ ക്യാൻസർ മൂലം മരിക്കുന്നതിൽ 5ാമത്തെ സ്ഥാനത്താണ് പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൻക്രിയാറ്റിക് ക്യാൻസർ കേരളത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ അധികം പാൻക്രിയാറ്റിക് ക്യാൻസർ രോഗികളുള്ളത്? അത് എന്തുകൊണ്ടുണ്ടാകുന്നു? അത് മദ്യപാനവുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഡയബറ്റീസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആ ക്യാൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെല്ലാം പരിശോധനകൾ ചെയ്യണം? ചികിത്സ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ വളരെ അപകടകാരിയായ ക്യാൻസറാണ് എന്ന് സൂചിപ്പിച്ചു. അത് എന്തുകൊണ്ടാണ് അപകടകാരിയാകുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇതൊരു സൈലൻറ്റ് കില്ലറാണ്. അതായത് ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചാലും നമ്മളത് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ താമസിച്ച് മാത്രമേ ക്യാൻസറിനെ കണ്ടെത്തുന്നുള്ളൂ. അപ്പോൾ വളരെ താമസിച്ച് മാത്രമേ ചികിത്സ ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ ചികിത്സ ചിലപ്പം ഫലിക്കാതെ വരുന്നു. അപ്പോൾ നമ്മൾ ക്യാൻസറിന് കീഴടങ്ങേണ്ടതായിട്ട് വരുന്നു. പിന്നെ മറ്റൊന്ന്, ഈ ക്യാൻസറിന് വേദനയുണ്ട് എന്നുള്ളതാണ്. സാധാരണ ക്യാൻസറിനൊന്നും അങ്ങനെ വേദന അധികമായിട്ട് ഉണ്ടാകാറില്ല. പക്ഷേ പാൻക്രിയാറ്റിക് ക്യാൻസറിന് വളരെ സിവിയറായിട്ടുള്ള വേദനയുണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പാൻക്രിയാസ് ഗ്രന്ഥിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പാൻക്രിയാറ്റിക് ഗ്രന്ഥിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒരു എക്സോക്രൈൻ ഭാഗമുണ്ട്, അതുപോലെ തന്നെ എൻഡോക്രൈൻ ഭാഗമുണ്ട്. അതായത് എൻഡോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിന് അതുപോലെ തന്നെ ഗ്ലൂക്കോഗോൺ തുടങ്ങിയ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം. എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം. ഈ ക്യാൻസർ ഈ 2 ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. ഒരു ക്യാൻസർ സെല്ല് അവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്യുകയാണ്. അത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മൾട്ടിപ്പിൾ ചെയ്തു ട്യൂമറായിട്ട് മാറുന്നു. ആ ട്യൂമർ അവിടെ വെറുതെ ഇരിക്കുകയല്ല. ആ ട്യൂമർ പതുക്കെ പാൻക്രിയാസിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. പിന്നെ പാൻക്രിയാസിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കും. അത് ലിംഫ് നോഡിലേക്ക് വ്യാപിക്കും. അതുപോലെ തന്നെ അത് ചിലപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വ്യാപിക്കാം, നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് വ്യാപിക്കാം, ലിവറിലേക്ക് വ്യാപിക്കാം. ഇങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്കും അത് വ്യാപിക്കുന്നു. പിന്നെ ഈ ക്യാൻസറിൻ്റെ അപകട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രായമാണ്. അതായത് 65 വയസ്സിൽ മുകളിലുള്ളവർക്ക് ഈ ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആർക്ക് വേണമെങ്കിലും ഈ ക്യാൻസർ ഉണ്ടാകാം. എങ്കിലും ഇത് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ പുക വലിക്കുന്നവരിലാണ് ഈ ക്യാൻസർ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഏതാണ്ട് 25% ക്യാൻസറും പുകവലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അമിതവണ്ണമുള്ളവരിൽ ഈ ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 5 മുതൽ 10% വരെ പാൻക്രിയാറ്റിക് ക്യാൻസറിന് ഒരു പാരമ്പര്യ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി പാൻക്രിയാസിനെ തന്നെ സർജറിയിലൂടെ റിമൂവ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉണ്ട്. പിന്നെ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വളരെ പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ്. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വരാനുള്ള സാധ്യത 3 ഇരട്ടി കൂടുതലാണ്. അമിത മദ്യപാനം ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. മദ്യം അമിതമായി കഴിക്കുന്നവരിൽ ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് ഈ പാൻക്രിയാറ്റിക് ക്യാൻസറും വരാനുള്ള സാധ്യത കൂടുതലാണ്. മദ്യവും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ക്യാൻസറും ആയിട്ട് നേരിട്ട് ബന്ധമൊന്നും ഇല്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രമേഹമാണ്. മിക്ക ആൾക്കാർക്കും ഒരു സംശയമുണ്ട്. അതായത് പ്രമേഹമുള്ളവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വരാമോ ഇല്ലയോ എന്നുള്ളത്. അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രമേഹം 2 തരത്തിലാണ് ഈ പാൻക്രിയാറ്റിക് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ദീർഘകാലമായിട്ട് പ്രമേഹം ഉള്ളവരിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത ഏതാണ്ട് 50% കൂടുതലാണ്. അതായത് 10 അല്ലെങ്കിൽ 15 വർഷത്തിലധികമായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് തന്നെ പ്രമേഹത്തെ നമുക്ക് കണക്കാക്കാം. പിന്നെ അല്പം പ്രായം ചെന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രമേഹം, ആദ്യമായിട്ടുണ്ടാകുന്ന പ്രമേഹം ചിലപ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിട്ടും കണക്കാക്കാം. എൻ്റെ അടുക്കൽ തന്നെ ഏതാനും മാസം മുമ്പ് ഒരു ലേഡി വന്നു. 55 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഡയബറ്റീസ് കണ്ടുപിടിച്ചിട്ട് 1-2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ഡയബറ്റീസിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ കൊടുത്തു. പക്ഷേ 1-2 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് നടുവിന് വളരെ ശക്തമായ വേദന വന്നു. ആ വേദന ഉണ്ടായപ്പോൾ സ്കാൻ ചെയ്തു നോക്കി, CT സ്കാനൊക്കെ ചെയ്തു നോക്കി. അന്നേരമാണ് മനസ്സിലായത് അവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ട് എന്ന്.
പക്ഷേ അന്നേരത്തിന് ആ സമയത്ത് തന്നെ ഈ പാങ്ക്രിയാറ്റിക് ക്യാൻസർ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ സൂചിപ്പിച്ചു വേദന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണെന്നുള്ളത്. ഈ വേദന നമ്മുടെ അപ്പർ സ്റ്റൊമക്കിലാണ് ഉണ്ടാകുന്നത്, അതായത് നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്താണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന അവിടെ നിന്നും പുറകിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. രാത്രി സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. നമ്മളിങ്ങനെ ലീൻ ചെയ്ത് മുന്നോട്ട് കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വേദനയ്ക്ക് ഒരു ശമനം വരുന്നുണ്ട്. പിന്നെ നടുവിന് വരുന്ന വേദന വളരെ ശക്തമായ വേദനയായിരിക്കും. അത് പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഞരമ്പിനെ ബാധിച്ച് കഴിയുമ്പോൾ മാത്രമാണ് ഈ നടുവിനുള്ള വേദന ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മനംമറിച്ചിലും ഛർദിയും വരുന്നു. ഉടനെ തന്നെ ചിലപ്പോൾ ഛർദിച്ചെന്ന് വരും. നമുക്ക് വിശപ്പില്ലായ്മ വരും. നമുക്ക് ആഹാരമൊന്നും കഴിക്കാൻ തോന്നാതെ വരും. ഭാരം കുറയുന്നു. നമുക്ക് അമിതമായ ക്ഷീണം വരുന്നു. പിന്നെ ഏറ്റവും പ്രധാനം നമുക്ക് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ക്യാൻസർ ബയൽ നാഡിയെ പ്രസ് ചെയ്യുന്നത് കൊണ്ട് അതിൽ കൂടിയുള്ള ബയലിൻ്റെ യാത്ര തടസ്സപ്പെടുന്നു. അപ്പോൾ അത് മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നു. അപ്പോൾ കണ്ണിന് മഞ്ഞ നിറം വരുന്നു. അതുപോലെ തന്നെ ത്വക്കിന് മഞ്ഞ നിറം വരുന്നു. ത്വക്കിന് മറ്റൊരു ലക്ഷണം കൂടി വരുന്നുണ്ട്. ത്വക്ക് നമ്മൾ വരണ്ടു പോകുന്നു. ത്വക്കിൽ ചൊറിച്ചിലുണ്ടാകുന്നു. ഇത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് അല്ലെ സർജിക്കൽ ജോണ്ടിസ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. മലത്തിന് ഒരു ഇളം നിറം വരുന്നു. കാരണം ഈ കൊഴുപ്പ് ദഹിക്കാനുള്ള ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാസിലാണ്. അപ്പോൾ അതിന് ക്ഷാമം വരുന്നത് കൊണ്ട് കൊഴുപ്പ് നല്ലപോലെ ദഹിക്കാതെ വരുന്നു. അത് മലത്തിൽ കൂടി പോകുന്നു. അതുകൊണ്ടാണ് അതിന് ഇളം നിറം പറയുന്നത്. മൂത്രത്തിലാണെങ്കിൽ ഡാർക്ക് നിറം വരുന്നു, അല്ലെ മഞ്ഞ നിറം വരുന്നു. ഇങ്ങനെ പല ലക്ഷണങ്ങളാണ് നമുക്ക് പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ രക്തം പരിശോധിക്കുമ്പോൾ നമുക്ക് അനീമിയ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ LFT അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ലിവറിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ടോ, നമുക്ക് മഞ്ഞപ്പിത്തം ആരംഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ LFT നോക്കണം, അതായത് ബിലിറൂബിൻ നോക്കണം. പിന്നെ പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി പാങ്ക്രിയാറ്റിക് അമൈലേസ് എന്നൊരു എൻസൈം രക്തത്തിൽ കൂടി പരിശോധിച്ച് നോക്കാം. പിന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാന്, CT സ്കാന്, MRI സ്കാന്, ഈ വക പരിശോധനകൾ കൂടിയാണ് കൂടുതലും ഇത് പാങ്ക്രിയാറ്റിക് ക്യാൻസർ ആണെന്ന് നമ്മൾക്ക് സംശയം തോന്നുന്നത്. സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബയോപ്സി എടുക്കേണ്ടി വരും. പിന്നെ ERCP എന്നും മറ്റൊരു പരിശോധനയുണ്ട്. അപ്പോൾ ഈ വക പരിശോധനകളിലൂടെയാണ് നമ്മൾ പാങ്ക്രിയാറ്റിക് ക്യാൻസറിനെ കണ്ടെത്തുന്നത്. പാങ്ക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ചികിത്സയെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതായത് അതിന് പലതരത്തിലുള്ള ചികിത്സയുണ്ട്. അത് ഹെഡ് ഓഫ് ദ പാങ്ക്രിയാസിലാണ് ക്യാൻസർ എങ്കിൽ നമ്മൾ സർജിക്കലായിട്ട് ഓപ്പറേഷൻ ചെയ്ത് അത് മാറ്റാൻ പറ്റും. അത് വളരെ ആരംഭത്തിൽ കണ്ടുപിടിച്ചാലേ നമുക്ക് ആ ചികിത്സ കൊണ്ട് പ്രയോജനം കിട്ടുകയുള്ളൂ. പിന്നെ കീമോതെറാപ്പി ഉണ്ട്, റേഡിയോ തെറാപ്പി ഉണ്ട്. പക്ഷേ ഈ തെറാപ്പികൾ ഒക്കെ വിജയിക്കണമെങ്കിൽ നമ്മൾ ക്യാൻസറിൻ്റെ ആരംഭ ദിശയിൽ തന്നെ ചികിത്സ ആരംഭിക്കണം. പലപ്പോഴും അത് നടക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസറിന് പലപ്പോഴും കീഴടങ്ങേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ പാങ്ക്രിയാറ്റിക് ക്യാൻസറിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്കതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ പാങ്ക്രിയാറ്റിക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും പറ്റും. ഏറ്റവും പ്രധാനം നമ്മൾ പുകവലി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ അമിത മദ്യപാനം പാടില്ല. പിന്നെ നമ്മുടെ വണ്ണം അല്ലെ തൂക്കം എപ്പോഴും ശരീരഭാരം നമ്മൾ ആരോഗ്യപരമായി നിലനിർത്തണം. തൂക്കം കൂടരുത്. പിന്നെ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് കൂടുതൽ വൈറ്റമിൻസും മറ്റു പോഷകങ്ങളും ഒക്കെ ലഭിക്കും. അത് നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് മഞ്ഞൾ തുടങ്ങിയവയ്ക്കകത്തൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെഡ് മീറ്റ് കഴിവുള്ളത്തോളം നമ്മൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതുപോലെ തന്നെ സംസ്കരിച്ച മീറ്റ് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. നമ്മുടെ ഡെയിലി 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം. തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പാങ്ക്രിയാറ്റിക് ക്യാൻസറിനെ പുറത്ത് നിർത്താൻ പറ്റും. അപ്പോൾ പാങ്ക്രിയാറ്റിക് ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ പാങ്ക്രിയാറ്റിക് ക്യാൻസറിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെങ്ങനെ ഉണ്ടാകുന്നു, ആർക്കൊക്കെ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ, അതിനുവേണ്ടിയുള്ള ചികിത്സ, ഇതെല്ലാം ടെസ്റ്റുകൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.